ഞാൻ ഉറങ്ങട്ടെ. ഇതിപ്പോ ഇയാളുടെ സ്ഥിരം പരിപാടിയാണല്ലോ. കാര്യം ഇയാളുടെ കയ്യിൽ കുറെ പൈസയുണ്ട്, പക്ഷെ എൻ്റെ ആഗ്രഹങ്ങൾ തീർക്കാനുള്ള കഴിവില്ല. ഐ എം സോ സോറി. ആക്ച്വലി ഭയങ്കര ട്രാഫിക് ആയിരുന്നു, അതാ ലേറ്റ് ആയത്. നിനക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? മറക്കാൻ പറ്റുമോ? നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഇവിടെ വച്ചല്ലേ? അതിനുശേഷം പിന്നെ എന്തൊക്കെയാ സംഭവിച്ചേ, അത് നിനക്ക് ഓർമ്മയുണ്ടോ? എന്നിട്ട് പെട്ടെന്നൊരു ദിവസം നീ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോയി, വേറൊരുത്തനെ കെട്ടി. താങ്ക് യു കരൺ. നീ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെ? ഞാൻ കാരണാണോ? ഇപ്പൊ എന്ത് കാരണമായാലും ഇനി പറഞ്ഞിട്ടെന്തിനാ? പറയേണ്ട കാര്യമുണ്ടല്ലോ കരൺ. ഞാൻ ഹാപ്പിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഹാപ്പി അല്ല കരൺ. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിന് നീ സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ല കരൺ. എനിക്ക് പൈസയ്ക്ക് ഒരു കുറവുമില്ല, പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പൈസ കൊണ്ട് എല്ലാം ആവില്ലല്ലോ. ഇങ്ങനെ ജീവിച്ചെനിക്ക് മതിയായി കരൺ. നിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാൻ പറ്റുമെന്നൊന്നും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഇപ്പൊ കണ്ടോ, നമുക്ക് ഭഗവാൻ ഒരു അവസരം കൂടി തന്നേക്കോ. ഇനി എന്ത് സംഭവിച്ചാലും ഈ അവസരം ഞാൻ നഷ്ടപ്പെടുത്തില്ല. നിനക്കിപ്പോ എന്താ വേണ്ട ശ്വേത? നിന്നെ പഴയതുപോലെ. ഇപ്രാവശ്യം ഒരാള് നമുക്കിടയിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ നിന്റെ കൂടെ കഴിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിന്റെ കൈകളിൽ ഇങ്ങനെ എൻ്റെ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട്, നിന്റെ കൈകൾക്കുള്ളിൽ കിടന്നുറങ്ങിക്കൊണ്ട്, എന്തോറ്റി? ഇല്ല കരൺ, എനിക്കെന്തോ ഇത് ശരിയാണെന്ന് തോന്നുന്നില്ല. ശ്വേത, ഐ എം സോറി. ഇല്ല കരൺ, നീയല്ല എൻ്റെ പ്രോബ്ലം. പിന്നെ എൻ്റെ പ്രോബ്ലം മിസ്റ്റർ മെഹത്തയാണ്. കരൺ, എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകണമെന്നില്ല. അയാളെ വിട്ടിട്ട്
നീ ഇവിടേക്ക് വാ, എൻ്റെ അടുത്തേക്ക്. അതത്ര എളുപ്പമല്ല കരൺ. അയാളൊരു അപകടം പിടിച്ചവനാ. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ അയാൾ നമ്മളെ രണ്ടുപേരും വെച്ചേക്കില്ല. എന്തെങ്കിലും ഒരു വഴിയുണ്ടാകും. ഇല്ല കരൺ, ഒരു വഴിയില്ല. അയാളുടെ മരണമല്ലാതെ. എങ്കിലത് നീ എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഹലോ. ഹലോ മാഡം, ഞാൻ കോൺസ്റ്റബിൾ ശിവദാസ്. മിസ്റ്റർ മേത്തയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അതെ മാഡം. എവിടെ വെച്ച്? എങ്ങനെ? എക്സ്പ്രസ് ഹൈവേയിൽ വെച്ചായിരുന്നു. വണ്ടിയുടെ ബ്രേക്ക് ഫെയിൽ ആയതാണെന്ന് തോന്നുന്നത്. അദ്ദേഹം മരിച്ചുപോയി മാഡം. ഇല്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. സോറി മാഡം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പ്രമുഖ വ്യവസായി മിസ്റ്റർ മേത്ത ഒരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുകയാണ്. കാറിന്റെ ബ്രേക്ക് ഫെയിൽ ആയതാണ് അപകട കാരണമെന്നാണ് അനുമാനിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും നമ്മുടെ റിപ്പോർട്ടർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ. ഹലോ ശ്വേത. പറഞ്ഞോ. നീ അറിഞ്ഞായിരുന്നോ? കരൺ. എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല കരൺ. അപ്പോ ഇനി നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇനി നിനക്ക് എൻ്റെ അടുത്തേക്ക് വന്നുകൂടെ? ഇക്കാര്യം ഒന്ന് തണുക്കും വരെ നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല. എനിക്ക് കുറച്ച് ദിവസം സമയം താ, അത് കഴിയുമ്പോ എല്ലാം ശരിയാവും. അല്ല ശ്വേത, നീ എന്നോട് പറഞ്ഞത്. ഹലോ. ഒരു റൗണ്ട് കൂടി ആയാലോ? വൈ നോട്ട്? നന്നായിട്ടുണ്ട് ശ്വേത. എന്നെ നിങ്ങൾ യൂസ് ചെയ്യായിരുന്നു അല്ലേ? കരൺ, ഞാൻ ഈ ചെയ്തതൊക്കെ എന്റെ അവസ്ഥ കൊണ്ട് ചെയ്തു പോയതാ. നിനക്കറിയാലോ, മെഹത്തയ്ക്കൊപ്പം ഞാൻ ശ്വാസം മുട്ടിയാ ജീവിച്ചത്. ഓരോ രാത്രിയിലും അയാളോടൊപ്പം ജീവിക്കുക എന്നുള്ളത് എനിക്കൊരു വേദനയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാ മെഹത്തയോടൊപ്പം രാജിനെ കണ്ടത്. അന്ന് രാജ് മെഹത്തയുടെ ഒപ്പമായിരുന്നു ജോലി ചെയ്തിരുന്നത്. രാജിനെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് അവൻ എന്റെ ജീവിതത്തിലേക്ക് ഒരു മഴ പോലെ പെയ്യുമെന്ന്. ആ മഴയിൽ നനഞ്ഞു കുളിക്കണമെന്ന് എനിക്ക് തോന്നി. എല്ലാം മറന്ന് മുങ്ങിക്കുളിക്കണമെന്ന് എനിക്ക് തോന്നി. രാജ്, എനിക്കിടയ്ക്കിടയ്ക്ക് ചത്തുകളയാൻ വരെ തോന്നാറുണ്ട്. പക്ഷെ അതിനുള്ള ധൈര്യം പോലും എനിക്കില്ല. എന്നെ വെറും ഒരു ഷോ പീസായിട്ടാണ് മിസ്റ്റർ മെഹത്ത ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല രാജ്. ഇങ്ങോട്ട് നോക്കിയ ശ്വേത, ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് വില പിടിച്ചതാ. അതിങ്ങനെ വലിച്ചെറിഞ്ഞു കളയണമെന്ന് ഒരിക്കലും ആലോചിക്കരുത്. ആദ്യം നീ സ്വയം സ്നേഹിക്കാൻ പഠിക്കും. എത്ര നാളിങ്ങനെ സ്വയം സ്നേഹിച്ച് കഴിയാൻ പറ്റും രാജ്?
വല്ലപ്പോഴെങ്കിലും മറ്റൊരാളുടെ സ്നേഹം കിട്ടാൻ ഞാൻ കൊതിക്കുക. ഞാനിപ്പോ തനിച്ചാണ് രാജ്. രാജ്, നിനക്കെന്റെ ഫ്രണ്ടാവാൻ പറ്റുമോ? അതിനെന്താ, ഫ്രണ്ട്സ് ആവുന്നതുകൊണ്ട് എന്താ ഇപ്പൊ കുഴപ്പം? എങ്കിൽ പിന്നെ ഒരു ഫ്രണ്ടിലും മേലെയാണെങ്കിലോ? അത് ശ്വേത, വേണ്ട, ഇത് ശരിയല്ല, ഇത് വേണ്ട. ഇതെങ്ങാനും മേത്ത സാർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാവും. വേണ്ട, ഇതൊന്നും ശരിയല്ല ശ്വേത. നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ തുടരാം. ശരിയും തെറ്റും ഒക്കെ തീരുമാനിക്കുന്ന ആരാ രാജ്? രാജ്, എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ശരിയാണോ? ഞാൻ ഒറ്റപ്പെട്ടു പോയി രാജ്. എനിക്ക് നിന്നെ വേണം രാജ്. രാജ്, എനിക്ക് നിന്നെ വേണം രാജ്. എനിക്ക് നിന്നെ വേണം. അപ്പൊ അത് ശരി, ഇവരുടെ ഒപ്പം നിന്റെ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നല്ലേ നീ മിസ്റ്റർ മേത്തയുടെ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തത്? അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, അതുകൊണ്ടാ. അല്ലെങ്കിലും ഇതിലിപ്പോ എന്റെ തെറ്റെന്താ ഉള്ളേ? ഞാനല്ലല്ലോ നിന്നെ കൊണ്ട് മിസ്റ്റർ മേത്തയെ കൊല്ലിച്ചത്. ഞാൻ ശരിക്കും നിന്റെ ഫ്രണ്ട് അല്ലേ? ഫ്രണ്ടോ? ഫ്രണ്ടായിട്ട് പോലും നീ എന്റെ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ ഒപ്പം പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലടാ. ആ, നീയാണോ എന്റെ ഫ്രണ്ട്? കരൺ, എനിക്കറിയില്ലായിരുന്നു നീ ശ്വേതയുടെ എക്സ് ആണെന്നുള്ള കാര്യം. എന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ അന്ന് നിങ്ങൾ രണ്ടാളും കൂടെ മാറി നിന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം രാജ്, നീ എന്താ ഇവിടെ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിനക്ക്? നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ആരെയോ കാണാൻ പോകുമ്പോ ഞാൻ ഇടയ്ക്ക് കയറിയല്ലേ? അല്ലേ? നീ എന്താ പറഞ്ഞു വരുന്നേ? നീ കരണ്ണെ കാണാൻ പോവല്ലേ? ഇന്നലെ ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ച് ഞാൻ കണ്ടതാ. നിങ്ങൾ രണ്ടാളും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ ഒന്നും ഒളിക്കാൻ നോക്കണ്ട. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താ ബന്ധം? രാജ്, ഞാൻ നിന്നോട് ഒരു കാര്യം ഒളിച്ചു വെക്കില്ല. ഇപ്പൊ ഞാൻ ലേറ്റ് ആവാ. പോയിട്ട് വന്നിട്ട് എല്ലാം നിന്നോട് പറയാം, ഓക്കെ? അത് പറ്റില്ല ശ്വേത, എനിക്ക് ഇപ്പൊ അറിയണം. നിനക്ക് കരണ്ണെ എങ്ങനെ അറിയാം? എന്താണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധം? പറ. കരൺ എന്റെ എക്സ് ആണ്. എന്താ? കരൺ നിന്റെ എക്സ് ആണെന്നോ? ഓ, അത് ശരി. അപ്പൊ അതിന്റെ അർത്ഥം നീ എന്നെ കളഞ്ഞേച്ച് വീണ്ടും നിന്റെ എക്സിന്റെ കൂടെ ബന്ധം തുടരാൻ പോവാണെന്നല്ലേ? അല്ല. എന്നെ ചതിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഞാനല്ല നിന്റെ പുറകെ വന്നത്. ഞാനൊന്ന് പറയട്ടെ. നീയാണ് എന്റെ അടുത്തേക്ക് വന്നത്. മനസ്സിലാക്ക് മിസ്റ്റർ മേത്ത അങ്ങനെയാണ്, മിസ്റ്റർ മേത്ത ഇങ്ങനെയാണ്. ഞാനൊന്ന് പറയട്ടെ. നിനക്കൊരു ഫ്രണ്ടിനെ വേണമായിരുന്നല്ലേ? നിനക്ക് ആരെങ്കിലൊക്കെ എപ്പോഴും ഒപ്പം വേണമായിരുന്നില്ലേ? അല്ലേ ശ്വേത? അതല്ലേ? സ്റ്റോപ്പ് ഇറ്റ്. എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കേ പ്ലീസ്. രാജ്, നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ കരൺ എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തെന്ന്? കരണിന് അവനിപ്പോഴും എന്നോട് സ്നേഹമുണ്ട്. ഞാനിപ്പോ ആ സ്നേഹം ഉപയോഗിക്കാൻ വേണ്ടി പോവാ. നമ്മുടെ വഴിയിൽ നിന്ന് മിസ്റ്റർ മേത്തയെ എന്നേക്കുമായി എടുത്ത് കളയാൻ പോവാ. അപ്പോ നിന്റെയൊക്കെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി നിങ്ങൾ രണ്ടും കൂടി എന്നെ യൂസ് ചെയ്യായിരുന്നു അല്ലേ? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ രണ്ടും എന്താ വിചാരിച്ചേ? ഞാൻ നിങ്ങൾ രണ്ടിനോടും ക്ഷമിച്ച് വെറുതെ വിടുവന്നോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. രണ്ടുപേർക്കുള്ള ശിക്ഷ ലഭിക്കും. ആദ്യം ദാ ഇവൾക്ക്, പിന്നെ ദാ ഇവന്. ഞാൻ സമ്മതിച്ചിട്ട് വേണ്ടടാ കരണേ. പാവം, അവനാദ്യം ചത്തു. എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല. നീ എന്താ ചെയ്യുന്നേ? ഹലോ, പോലീസ് സ്റ്റേഷൻ. സാർ, ഇവിടെ ഒരു കൊലപാതകം നടന്നു. എനിക്ക് തോന്നുന്നത് ഒരു മർഡറും കൂടെ നടക്കുമെന്നാ. എനിക്ക് പേടിയാവുന്നു സാർ. നിങ്ങളൊന്ന് പെട്ടെന്ന് വാ. ഞാൻ അഡ്രസ് അയച്ചു തരാം.
കരൺ, കരൺ, രാജ് മരിച്ചില്ലേ? ഇനി നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം, ദൂരെ എങ്ങോട്ടെങ്കിലും പോവാം. പിന്നെ പിന്നെ എല്ലാം ഓക്കെ ആയിക്കോളും. ഞാനെല്ലാം ഓക്കെ ആക്കാം. പ്ലീസ് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ്. ആ ശ്വേത, നീ പറഞ്ഞത് ശരിയാ. വാ നമുക്ക് പോകാം. ശ്വേത, നിനക്കറിയൂ ഇപ്പൊ എനിക്ക് എന്താ തോന്നുന്നതെന്ന്? നിന്നെ പോലൊരുത്തി ഞാൻ എങ്ങനെയാ സ്നേഹിച്ചതെന്നാ. നിന്നെ പോലൊരുത്തിക്ക് ഒരിക്കലും ഒരാളെ സ്നേഹിക്കാൻ പറ്റില്ല. നീ പണത്തിനു വേണ്ടി എന്നെ വിട്ട് മിസ്റ്റർ മേത്തെ കല്യാണം കഴിച്ചു. പിന്നെ നിന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി രാജനെ കൂട്ടുപിടിച്ചു. എന്നെ കൊണ്ട് കൊലപാതകം ചെയ്യിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നീ എന്റെ മുന്നിൽ നിന്ന് നാടകം കളിക്കുക അല്ലേ? ഇന്ന് ഞാൻ നിന്നോട് ക്ഷമിക്കുകയാണെങ്കിൽ പിന്നെ പ്രണയിക്കുന്നവർക്ക് പ്രണയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. നിനക്കുള്ള ശിക്ഷ കിട്ടിയിരിക്കും. വേണ്ട വേണ്ട, പ്ലീസ് കരൺ, വേണ്ട, എന്നെ കൊല്ലരുത്, പ്ലീസ് പ്ലീസ് കരൺ. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. ശരി, ഞാൻ വിട്ടേക്കാം. നീ എന്താ കാണിക്കുന്നേ? വേണ്ട കരൺ, പ്ലീസ് ആ തോക്ക് താഴെയിട്. വേണ്ട, പ്ലീസ് പ്ലീസ് Okay. കരൺ. അപ്പൊ നീ പറയുന്നത് ഞാൻ ചാവണ്ടെന്നാണ്? ഇനി നീ എന്നെ ഒന്ന് സഹായിക്കും. യെസ്. ഇല്ല ഇല്ല, ഒരു കൊലപാതകയായിട്ട് എനിക്ക് ജീവിക്കണ്ടെങ്കിലോ? പക്ഷെ നീ ജീവിക്കണം. ഇനി ജീവിക്കുന്ന ഓരോ ദിവസവും മരണത്തെക്കാൾ ഇല്ല. ഭീകരമായിരിക്കണം. കമോൺ ഷൂട്ട്, കമോൺ ഷൂട്ട്. ഇല്ല, ഞാൻ എന്ത് ചെയ്യും? അതെ സാർ, ഇവിടെ നിന്നാണ്, ഈ റൂമിൽ നിന്നാണ്. പോലീസ്, നിങ്ങൾ അനങ്ങരുത്. എവിടാണ് നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കണം. ശിവദാസേ, ഫോറൻസിക്കാരോട് വരാൻ പറ. മാഡം, ഇവരെ രണ്ടുപേരെയും കൊന്ന കുറ്റത്തിന് ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. യു ആർ അണ്ടർ അറസ്റ്റ്.